ഔലിയാക്കന്മാരെ വേഷം നോക്കി എതിർക്കുന്ന ഇവിടെ കുറച്ച് ആളുകൾ വരുന്നു പഠിപ്പിച്ചു തന്ന ആളാണ് ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി. അത് പ്രായോഗികമായി കാണിച്ചെന്ന ഒരാളുണ്ട് നമ്മുടെ കേരളത്തിൽ. എല്ലാ ഉലമാഇനെയും ഇരുത്തിയിട്ട് നല്ല ഫാന്റും കുപ്പായിട്ട് വന്ന് ക്ലീൻ ഷേവായിട്ട് വന്നിട്ട് അന ഖുതുബുല്ലാലമെന്ന് പ്രഖ്യാപിച്ച നേതാവ് മഹാനായ മടവൂരി ശൈഖുന. അത് പോരടോ നിങ്ങൾക്ക് ഉദാഹരണം. മടവൂരി ശൈഖുന നല്ല ഫാന്റും കുപ്പായിട്ടുണ്ട് വന്ന്, മാത്രമല്ല താടിയാണ് പഠിച്ച് മുഴുവൻ പഠിച്ച്, എന്നിട്ടോ അന ഖുതുബുല്ലാലെന്ന് പ്രഖ്യാപിച്ച് വല്ല വലിയ നേതാക്കൾ അടക്കമാ ശൈഖുൽ മശായിഖാണ്, ഖുതുബുല്ലാലമാണ്, വരിക്ക് പറയല്ലേ, അതാണ് മടവൂരി ശൈഖുന. അത് തന്നെ പോരെ തെളിവ്. ഫാന്റും നിങ്ങൾ തലയെക്കെട്ട് കക്കൂസിന് വരെ അയക്കാതെ നിന്ന്, നിങ്ങൾ ബെഡ്റൂമിൽ വരെ അയക്കാതെ, ചിലരൊക്കെ അങ്ങനെയല്ല തലയെക്കെട്ട് ഉറങ്ങുമ്പോഴുണ്ടാവല്ലോ, ഒരേ വേഷമായിട്ട് ഇങ്ങനെ പോന്ന് എല്ലാം ഉണ്ടായിട്ട് നിങ്ങളെ കുറിച്ചോ ആരും കുത്തുബ് പോയിട്ട് വലിയ പോലും പറഞ്ഞില്ല. അതിലുണ്ടായത് ഇവരിപ്പോ എന്നിങ്ങനെ ഇതായിട്ട് നടന്ന് ആരും ഒന്നും പറഞ്ഞില്ല. താടി അടക്കം പഠിച്ചിട്ട് ശൈഖുന പേൻഡുട്ടിട്ട് വന്ന് ആന ശൈഖുൽ മശായിഖ് എന്നാണ് പ്രഖ്യാപിച്ച് 2 സമസ്തയെ ഉറപ്പിച്ചു പറഞ്ഞു സ്വയം വലിയുന്ന. അതെന്നെ മതി, കിതാബൊന്നും ആവശ്യമില്ല. അവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് മഹാനായ ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ. ഇനി അങ്ങനെ വരുമ്പോൾ അതിൽ പെട്ടുപോണ്ടാന്ന് കരുതിയിട്ട് ഞാൻ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ അൽ-അജിബത്തുൽ മർദിയ അന്ന ഇമ്മത്തുൽ ഫുഖഹാഇ വസൂഫിയ എന്ന ഗ്രന്ഥം വസമിഅതുഹു യഖൂൽ, എന്റെ ശൈഖായ സയ്യിദി അലിയുൽ മർസഫി തങ്ങൾ പറയാറുണ്ട്, കൈഫ യംബഗി ലിൽ മുഅ്മിനിൻ. എപ്പോഴും അവർ ചോദിക്കാറുണ്ട്, ഒരു വിശ്വാസിയായ ആൾക്ക് എങ്ങനെ പറ്റും, വിശ്വാസിയെ കുറിച്ചാണ്, മേൽവാദിയെ കുറിച്ചല്ല ചർച്ച, വിശ്വാസിക്ക് എങ്ങനെ പറ്റും വിമർശിക്കുക, നിഷേധിക്കുക, അലൽ ഫുഖറാ ഔലിയാക്കളെ എങ്ങനെയാണ് നിഷേധിക്കുക, എങ്ങനെയുള്ള ഔലിയാക്കളാണ്, അൽ മുതമസ്സിഖീൻ ഫീ മഹബ്ബത്തില്ലാഹി തആല, അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിൽ അവരങ്ങോട്ട് ആഴ്ന്നിറങ്ങിപ്പോയി. അത് മാത്രമേ അവരെ നോട്ടമുള്ളൂ, അവരെ കൽബാണ് പ്രധാനം. ഞങ്ങൾ മശായിഖിനെ കണ്ടുകൂടിയത് അവരെ തലപ്പാവ് കണ്ടുകൂടിയതല്ല നിയൽവാദികളെ, അവരെ കൽബ് അല്ലാഹുവിന്റെ അൻവാറുകൾ പ്രവഹിക്കുന്ന സ്ഥലമാണത്. അതാണ് ഇമാം അവர்கள் പറയുന്നത്. അവർ പല കോലത്തിലുണ്ടാകും. ചെരുപ്പ് ധരിക്കാത്ത ഔലിയാക്കന്മാരെ നിനക്ക് കാണാം. നീയൊക്കെ ധരിച്ച പോലെ വലിയ വലിയ കമീസ് ഇട്ട് നടക്കുന്ന ഔലിയാക്കൾ അല്ലാത്ത ഔലിയാക്കളിൽ തന്നെ കമീസ് ഒന്നും ഇല്ലാതെ ഈ ധരിക്കണ നിങ്ങളെ കുപ്പായില്ലേ കമീസ്, അതൊന്നും എടുക്കാത്ത ആളുകളെ തന്നെ കാണാം. ചിലപ്പോ ഒരു കുപ്പായി ഉണ്ടാവില്ല. എതിർക്കാൻ പോകണ്ട, മുഅ്മിനെ എതിർക്കാൻ പറ്റൂല. എന്നിട്ട് ഒന്നുകൂടി പറയാം, മനസ്സിലായിട്ടില്ലേ? കമീസ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ചിലപ്പോ ബിലാ കലൻസുബ, തൊപ്പി ഉണ്ടാവില്ല, തലപ്പാവ് ഉണ്ടാവില്ല. ബിലാ കലൻസുബ വലാ ഇമാമ, ഔലിയാക്കന്മാരുടെ നടത്തത്തിൽ ചിലപ്പോ തലപ്പാവ് ഉണ്ടാവില്ല, തൊപ്പി ഉണ്ടാവില്ല. ഇതൊക്കെ മുസ്ലിം ജമാഅത്തുകാർ അന്നെ കണ്ട് ഷഹറാനി ഇമാം എഴുതിയതാ. കാരണം തൊപ്പി, തലപ്പാവ്, കുപ്പായം, കമീസ് ഇതൊന്നും ഇല്ലാതെ തന്നെ പോലെ വരും. തല തുറന്നിടാന്നുള്ളത്, ചെരുപ്പ് ധരിക്കാതിരിക്കാന്നുള്ളത്, കമീസ് ഊരി വെക്കുക എന്നതൊക്കെ വഖഅലി റസൂലില്ലാഹ്, അത് വലിയ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് റവ തുർമുദി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്റുജു ഹുവ വസ്ഹാബുഹു, അല്ലാഹുവിന്റെ റസൂലും സഹാബികളും പുറപ്പെടായിരുന്നു. യഊദുൽ മർള, പല ആവശ്യങ്ങൾക്കും രോഗികളെ കാണാൻ വേണ്ടി പോകും. ഫീ അഖ്സൽ മദീന, മദീനയുടെ അങ്ങേയറ്റത്തേക്ക് വരെ പോകും. ബിലാ ഖമീസ്, ഒരു ഖമീസ് എടുത്തിട്ടുണ്ടാവില്ല. വലാ ഇമാമ, തലപ്പാവ് ഉണ്ടാവില്ല. വലാ നഅദ്, ചിലപ്പോൾ ചെരുപ്പൻ ഉണ്ടാവില്ല. വലാ ഖുഫ് ഉണ്ടാവില്ല. ചിലപ്പോൾ നല്ല പച്ച തലപ്പാവ് ഉണ്ടാവും, ചിലപ്പോൾ കറുത്ത തലപ്പാവ് ഉണ്ടാവും, ചിലപ്പോൾ ഉന്നത വസ്ത്രം ഉണ്ടാവും. അതൊന്നും